ഏട്ടന്റെ പേരെന്താ? മുഹമ്മദ്. എവിടെയാ വീട്? മഞ്ചേരി തന്നെ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ടിരിക്കുക അല്ലേ? വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതിനെവിടാ വൃത്തനായത്? ഓക്കെ, താങ്ക് യു. എനിക്ക് നമ്മുടെ രണ്ട് വി ആർ 65. ഓക്കെ ചേട്ടാ. അപ്പൊ ഇവിടെ ഒരു പാട്ടുകാരനുണ്ട്. കഴിഞ്ഞ 20 കൊല്ലമായി ആലാപന രംഗത്ത് പ്രവർത്തിക്കുകയും ചുമ്മാ ഇങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ചല്ല ഇത്. പാട്ട് അങ്ങനെ ഞങ്ങളുടെ ഹൈവേയില് ഇവിടെ എന്നൊരു മീറ്റിംഗ് കൂടാറുണ്ട് നടത്താൻ കഴിഞ്ഞിട്ട്. അപ്പൊ ലത്തീഫ് നടത്താൻ കഴിഞ്ഞാൽ പാട്ടുണ്ടല്ലേ? നടത്തവും സംഗീതവും ഒരു പാട്ട്, പിന്നെ ഒരു ജനറൽ നോളേജ് ക്വിസുണ്ട്. ക്വിസാണോ കിസാണോ? ജനറൽ നോളേജ്. അല്ലെ, നമ്മുടെ മലയാളികൾ കൂടുതലുണ്ടല്ലോ ഈ ക്വിസിന് മാനക്കേടുണ്ടാക്കും. അവരെപ്പോഴും പറഞ്ഞത് ഇനി ഒരു ക്വിസ് പരിപാടി കാണാം എന്നാ പറഞ്ഞത്. ക്വിസ് എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഓക്കെ, എല്ലാ മലയാളികളും അല്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരിപ്പം ഇത് കേട്ടോണ്ടിരുന്നിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. പിന്നെ ഇയാളൊരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് പാട്ടെന്ന് തുടങ്ങിയാലോ? ഒരു 4 വരി പാടാം. മതി, അത്രയും മതി. പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. മലപ്പുറം ജില്ല ആയതുകൊണ്ട് ഒരു എന്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. എന്റെ ഖൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ പാട്ടുവെച്ചൊരൻ മുല്ല മുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താൻ ചേലുകാരാ. അത് കഴിഞ്ഞാലാണ് പിന്നെ ഇത് കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞാൽ എന്താ പരിപാടി? നടപ്പ്, പാട്ട്, പിന്നെ നമ്മൾ പറഞ്ഞ ക്വിസ്, ജനറൽ നോളേജ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആഷ്മി മീറ്റ് മൈ ജിം ഗായ്. ഓക്കെ, എന്താ പേര്? ഷമീർ. കട്ട ബോഡി അല്ലേ? ഇടിച്ചാലൊന്നും അറിയില്ല. ഇരുമ്പ് ലഹരിക്കെതിരെ എന്തോ ഒരു സന്ദേശമുണ്ട്. എത്ര കാലമായി ജിമ്മായിട്ട്? ഞാൻ 20 വർഷത്തോളമായി. കുഴപ്പമില്ല, ഒരു പ്രകടനമായിട്ടുണ്ട് ഈ ബോഡി. അതായത് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ അവർ ആരോഗ്യം സംരക്ഷിക്കുന്ന ആളുകളായിട്ട് മാറും എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ജിമ്മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ ഞങ്ങൾ ഓഫറൊക്കെ കൊടുത്തു വന്ന് കുട്ടികളെ ജിമ്മിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. സ്ഥാപനം നടത്തുന്നുണ്ട് വരെ വലിയ ഇവിടെ അടുത്ത് പരസ്യമായി പോകത്തില്ലേ? എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ഫിറ്റ് പ്രോ ഫിറ്റ്നസ് ആണ്. പിന്നെ ഇന്നലെ ഒരു ക്ലാസ് സ്ഥാപനമാണോ? നല്ല സ്ഥാപനം. ഇതേ അവിടുത്തെ മാനേജരാണോ? അല്ല, ഞാൻ റിട്ടയർഡ് 65 കൊണ്ട് ഞാൻ തോറ്റു. ഓക്കെ, റെഡി. ടീം 65 എന്നൊരു ഗ്രൂപ്പാണ്. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു സ്കൂളിൽ, LP സ്കൂളിലാണ്. ഈ പിന്നെ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നു അവർ. അപ്പോൾ അവർക്കൊരു 2 മണിക്കൂർ ക്ലാസ് കൊടുത്തു. അവർ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് അതിന്റെ കൂടെ തന്നെ എന്തായി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ജീവിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു. സന്തോഷം.